വർക്കല ട്രെയിനിലെ അതിക്രമ കേസിൽ എഫ്ഐആറിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന്. വാതിലിന് സമീപത്ത് നിന്ന് മാറാഞ്ഞത് അതിക്രമത്തിന് പ്രകോപനമെന്ന എഫ്ഐആർ. വാതിലിൽ നിന്ന് ശ്രീകുട്ടിയെ കൊല്ലാൻ പ്രതി ശ്രമിച്ചു. നടുവിന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടു. കണ്ട് നിലവിളിച്ച കൂട്ടുകാരിയെ കാലിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിടാൻ ശ്രമിച്ചു. പ്രതി സുരേഷിനെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. BNS 109 വകുപ്പ് മാത്രം ചുമത്തി കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും റെയിൽവേ പോലീസ് അറിയിക്കുന്നുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഞെട്ടിക്കുന്ന സംഭവമാണിത്. സ്ത്രീ സുരക്ഷ തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എങ്ങനെയാണ് റെയിൽവേ പോലീസിന്റെ നടപടികൾ? എഫ്ഐആറിന്റെ ഡീറ്റെയിൽസ് പറയൂ. ആര്യ, നമ്മളുടെ ട്രെയിൻ യാത്ര യാത്രക്കാർക്ക് ഒട്ടും സുരക്ഷിതത്വമില്ല എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ എന്ന് ആശങ്കയുണ്ടാക്കുന്ന വിവരണമാണ് ഈ ഇന്നലത്തെ വർക്കല സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പറയുന്നത്. യാതൊരുവിധ മുൻ വൈരാഗ്യമോ അതല്ലെങ്കിൽ ട്രെയിനിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കമോ ഉണ്ടായതിൻ്റെ പേരിലല്ല ഈ യുവതി ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. മറിച്ച് അപ്പോൾ ആ സ്പോട്ടിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ മാത്രമാണ് പൊടുന്നനെയുള്ള ഒരു ആക്രമണം പ്രതി സുരേഷിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് എഫ്ഐആർ പറയുന്നത്. ഈ എഫ്ഐആറിൽ പ്രതി സുരേഷിനെതിരെ BNS 109 വധശ്രമം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ പോലീസ് പറയുന്നത് കൂടുതൽ മൊഴിയെടുത്ത ശേഷം, അയാളുടെ മൊഴി ഇപ്പോഴും രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അയാൾ മദ്യലഹരിയിലാണ്. ആ മദ്യലഹരി മാറിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ മൊഴി രേഖപ്പെടുത്താൻ പറ്റൂ. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്ന് പറയുന്നു. ഈ എഫ്ഐആറിൽ വിശദീകരിക്കുന്നത് ഇന്നലെ രാത്രി 8 മണിയോടെ ഈ കേരള എക്സ്പ്രസിൽ SLR കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് വാതിലിന് സമീപത്ത് പെൺകുട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ പ്രതി അതിലെ വന്നു. വാതിൽ നിന്ന് മാറാത്തതിൻ്റെ അല്ലെങ്കിൽ വാതിലിൻ്റെ ഭാഗത്ത് നിന്ന് മാറാത്തതിൻ്റെ വൈരാഗ്യത്തിന് നടുവിന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇത് കണ്ടുനിന്ന കൂട്ടുകാരി അർച്ചന പെട്ടെന്ന് നിലവിളിച്ചു. ആ കുട്ടിയെ കാലിൽ പിടിച്ചു വലിച്ച് ഇയാൾ വധിക്കാൻ ശ്രമിച്ചു എന്നും എഫ്ഐആറിൽ ഉണ്ട്. കൂട്ടുകാരിയുടെ പരാതിയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റ് വകുപ്പുകൾ സംബന്ധിച്ച് ഇനി ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മാത്രമല്ല ഇനി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളും ഉണ്ടാകും. ഏതായാലും ഇയാളുടെ ഒരു പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ അയാൾ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് ഉണ്ട് എന്നുള്ള വിവരം ഇല്ല. പക്ഷേ മദ്യപാനിയാണ്, സ്ഥിരം പ്രശ്നം നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് എന്നുള്ള വിവരവും പോലീസിനുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ വിവരങ്ങൾ വെച്ച് മാത്രമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറം മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നുള്ള കാര്യവും കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി, എഫ്ഐആറിലെ വിവരങ്ങളാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. വധശ്രമത്തിലാണ് ഇപ്പോൾ ഈ പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും റെയിൽവേ പോലീസ് അറിയിക്കുന്നുണ്ട്. യാതൊരു പ്രകോപനവും ഇല്ലാതെ ആണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് ഒരു പെൺകുട്ടിക്ക് നേരെ മാത്രമല്ല, ശ്രീകുട്ടിക്ക് നേരെ മാത്രമല്ല, അർച്ചനയ്ക്ക് നേരെയും ഈ പ്രതിയുടെ, ഈ സുരേഷിന്റെ അതിക്രമം ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ട്രെയിനിൽ നിന്ന് അർച്ചന താഴെ വീഴാഞ്ഞത്.